കൊച്ചി കോർപ്പറേഷനിൽ കോൺഗ്രസിന് വീണ്ടും തിരിച്ചടി. UDF തൃക്കാക്കര നിയോജക മണ്ഡലം ചെയർമാൻ ജോസഫ് അലക്സ് പാലാരിവട്ടം ഡിവിഷനിൽ വിമത സ്ഥാനാർത്ഥിയായി മത്സരിക്കും. വ്യക്തി താൽപര്യങ്ങളാണ് സ്ഥാനാർത്ഥികളെ നിർണ്ണയിക്കുന്നതെന്ന് ജോസഫ് അലക്സ് പറഞ്ഞു. കോൺഗ്രസിലെ സ്ഥാനാർത്ഥി നിർണയത്തിൽ പ്രതിഷേധമറിയിച്ചാണ് വ്യാപകമായി വിമതർ മത്സരരംഗത്തിറങ്ങുന്നത്. UDF തൃക്കാക്കര നിയോജക മണ്ഡലം ചെയർമാനായ ജോസഫ് അലക്സ് പാർട്ടിയിൽ നിന്നുണ്ടായ കടുത്ത അവഗണനയെ തുടർന്നാണ് വിമത സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത്. കൊച്ചി കോർപ്പറേഷനിലേക്ക് നേതൃത്വം സീറ്റ് ഉറപ്പു നൽകിയിരുന്നതായും എന്നാൽ വ്യക്തി താൽപര്യങ്ങൾക്കായി ഉറപ്പ് ലംഘിച്ചുവെന്നും ജോസഫ് അലക്സ് പറയുന്നു. എൻ്റെ പിതാവ് മരണപ്പെട്ടു 10-ാം തീയതി. അന്ന് വൈകിട്ട് കൗൺസിലറുടെ നേതൃത്വത്തിൽ ചില നമ്മുടെ നേതാക്കന്മാർ എൻ്റെ വീട്ടിലെത്തിയപ്പോൾ ചില അലോസരപ്പെടുത്തുന്ന സംഭവങ്ങളുണ്ടായി. അപ്പോൾ ഈ ഡിവിഷൻകാരനും ഈ ബൂത്തുകാരനുമാണ് ബഹുമാനപ്പെട്ട MP. അപ്പോൾ അദ്ദേഹത്തോട് ഞാൻ രാത്രി ബന്ധപ്പെട്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇലക്ഷൻ കാലമാണ്, ഇത്തരം ചില പ്രവർത്തനങ്ങളൊക്കെ ഉണ്ടാവും, താങ്കളത് മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല, ഈ സീറ്റ് നിനക്കാണ് എന്ന് അദ്ദേഹം ഉറപ്പ് നൽകിയിരുന്നു. ഇതേവരെ ഈ നിമിഷം വരെ ഒരു നേതാക്കളും എന്നോട് ബന്ധപ്പെട്ടിട്ട് എൻ്റെ അയോഗ്യത എന്താണെന്ന് അവർ വെളിപ്പെടുത്തിയിട്ടില്ല. ജനറൽ സീറ്റായ പാലാരിവട്ടം ഡിവിഷനിലാണ് ജോസഫ് മത്സരിക്കുന്നത്. സിറ്റിംഗ് കൗൺസിലറായിട്ടും വ്യക്തി താൽപര്യങ്ങൾ കൊണ്ടാണ് തന്നെ നേതൃത്വം പരിഗണിക്കാതിരുന്നതെന്നും ജോസഫ് അലക്സ് വ്യക്തമാക്കി. ചില ആൾക്കാർക്ക് വേണ്ടി പ്രത്യേക ചില നോംസും മറ്റു ചിലവരെ ഒതുക്കാൻ്റെ മറ്റു ചില നോംസുമാണ് പാർട്ടി എടുക്കുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. കാരണം എൻ്റെ കാര്യത്തിൽ ഒരു അയോഗ്യത സീറ്റ് ചർച്ചയുടെ തുടക്കം മുതൽ ഒരു സമയത്ത് ഞാൻ പറഞ്ഞു കേട്ടില്ല. അപ്പോൾ എനിക്ക് വേണ്ടിയിട്ട് എന്തോ ഒരു പ്രത്യേക നോംസ് അവർ കണ്ടെത്തിയിട്ടുണ്ട്, അതെന്താണെന്ന് മനസ്സിലാക്കിയിട്ടില്ല. പ്രതിപക്ഷ നേതാവിന്റെ ജില്ലയായ എറണാകുളത്ത് സ്ഥാനാർത്ഥി നിർണയത്തിലെ ചർച്ചയെ ചൊല്ലി നിരവധി പേരാണ് കോൺഗ്രസ് വിട്ട് വിമതരായി മത്സരിക്കുന്നത്. സ്ഥാനാർത്ഥി നിർണയത്തിന് പിന്നാലെ തുടങ്ങിയതാണ് കോൺഗ്രസിലെ പൊട്ടിത്തെറി. ഇപ്പോഴും അത് അവസാനിച്ചിട്ടില്ല. നിരവധി പേരാണ് എതിർപ്പ് മറനീക്കി ഇപ്പോൾ സ്വതന്ത്ര സ്ഥാനാർത്ഥികളായി മത്സരിക്കുന്നത്. ക്യാമറമാൻ അഫ്സലിനോടൊപ്പം അർച്ചന വിനോദ്, കൈരളി ന്യൂസ്, കൊച്ചി.